ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർപോർട്ട് അതോറിറ്റിയിൽ ഇപ്പോൾ ജോബ് ഓഫറിംഗ് വന്നിരിക്കുകയാണ്. തുടക്ക ശമ്പളം തന്നെ 75,000 രൂപയാണ്. ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4 ഡേയ്സ് മുമ്പ് ഞാൻ വേറൊരു എയർപോർട്ട് ജോബ് റിലേറ്റഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോയും ജസ്റ്റ് ഒന്ന് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റിയിൽ വീണ്ടും നിയമനം. 20 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. എയർപോർട്ട് അതോറിറ്റിയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാം. കൺസൾട്ടൻസി വിഭാഗത്തിലേക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഏപ്രിൽ 2 മുമ്പായി താഴെ നൽകിയിരിക്കുന്ന മെയിൽ വിലാസത്തിൽ അപേക്ഷയും അത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അറ്റാച്ച് ചെയ്തിട്ട് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID താഴെ നൽകിയിട്ടുള്ളതാണ്. ആ മെയിൽ IDയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തസ്തികയും ഒഴിവുകളും, ഈ ഒരു ജോബിൻ്റെ തസ്തികയിലും ഒഴിവുകളും നമ്മൾക്ക് നോക്കാം. എയർപോർട്ട് അതോറിറ്റിയിൽ കൺസൾട്ടൻറ്റ് തസ്തികയിൽ ആകെ 20 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്നത് 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്കുള്ള ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം 75,000 രൂപ ശമ്പളമായി ലഭിക്കും. ഈ ഒരു ജോബിലേക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നത് നമുക്ക് നോക്കാം. ലഭിച്ച അപേക്ഷകരിൽ നിന്ന് യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ശേഷം ഇവരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. തുടർന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കും. ആ ഒരു ഫൈനൽ ലിസ്റ്റിൽ നമ്മളുടെ പേരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോബ് ലഭിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്ന് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം കൺസൾട്ടൻസ് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ജോബിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ കറക്റ്റ് ഈ ഒരു ജോബിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ്, പിന്നെ ഈ ജോബ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഈ ജോബ് ചെയ്യേണ്ടത് അതൊക്കെ അവിടെ ഉണ്ടാകും. അതൊക്കെ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, എയർപോർട്ടിലൊക്കെ ജോലി സ്വപ്നം കാണുന്നവർക്ക് ഈ ഒരു ജോബ് വേക്കൻസി വളരെ ഉപകാരപ്പെടുന്നതാണ്. നിങ്ങളൊരു എയർപോർട്ട് ജോബ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും എയർപോർട്ട് ജോബ് സ്വപ്നം കണ്ട് നടക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ ഒരു വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറയുക. നോട്ടിഫിക്കേഷൻ വന്നെന്ന് അവർക്കൊന്ന് അറിയട്ടെ. താങ്ക്